മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റുമെന്നാണ് സുഷിൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ഒരുപാട് ഹൈപ്പുണ്ട്. പ്രകൃതി തമിഴാണല്ലോ. എൽദോറാദോ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. കൊച്ചിയാണ്. ഗുണയിലെ ഡയലോഗ്. സുഷിൻ ഷാ പ്രേമൊക്കെ അടിപൊളിയാണ്. വിവേക് ഹർഷൻ சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன திருப்பி பண்ண முடியும்? ദൈവമൊക്കെ പറഞ്ഞ ഈ മോളിൽ നിന്നൊക്കെ വിളിച്ചു. നൈസ്. അവരിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങളോ? ഇതാമത്തെ ഇൻസിഡന്റ്. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് വൈ കണ്ടോ, കൈ ഹോൾഡ് ചെയ്ത് എസ്സിലും ബോയ്സിന്റെ എസ് എന്തോ വഴിയുടെ ഇരുന്നുണ്ട്. ലോക്ക് ചെയ്ത് ഹെയർ പിന്ന് പോലത്തെ ടൈപ്പാ. ബി ലോക്ക് ചെയ്ത് കിടക്കുന്നത്. ടൈറ്റില് എന്തോ ബ്രില്യൻസ് ഒളിപ്പിച്ചു. ആ ഊവിന്റെ ഇതിലും ഉണ്ട്. ആ ഊവിന്റെ അതിൽ 2 വര താഴോട്ട് വന്നിക്കുന്നുണ്ട്. വേറെ അക്ഷരത്തിനും അതില്ല. അത് മഴയാണ്, മഴയുടെ പോലെ കണ്ട 2 വര എങ്ങനെയുണ്ട് വിഷയം? വിഷ്വലി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സ്കെയിലായിട്ട് എടുത്തേക്കുന്നത്. ഈ പറഞ്ഞോട്ട് ഓൾറെഡി നമ്മൾ അറിഞ്ഞായിരുന്നു മറ്റേ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. മറ്റേ കൊടൈക്കനാല് പിള്ളേർ ട്രിപ്പ് പോകുന്നു, അവിടെ ഗുണാക്കേല് അവിടെ പോയിട്ട് ഒരാൾ പെട്ടുപോകും. ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ, ഒരാൾ പെട്ടുപോകും. എന്നിട്ട് ബാക്കി ഫയർഫോഴ്സും പോലീസും എല്ലാം നോക്കിയിട്ടൊന്നും പിള്ളേർ കിട്ടത്തില്ല. ലാസ്റ്റ് ഈ കൂട്ടുകാർ തന്നെ ഒരാളോ അവരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പുള്ളിയെ രക്ഷപ്പെടുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല, പറയാന്ന് വെച്ചിട്ട് അതാണ് സ്റ്റോറി ലൈൻ. ട്രെയിലറിൽ വെച്ചിട്ട് അല്ലേ, ഫ്രണ്ട്സോ മറ്റോ പോകുന്നു. 11 ഫ്രണ്ട്സ് അതിൽ 1-2 പേര് വിട്ടുപോകുന്നു. ഗുണ കേവിന്റെ ഒരു സ്റ്റോറിയാണ്. ഗുണ കേവില് 12 പേരോ 15 പേരോ മറ്റോ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻട്രി ക്ലോസ് ചെയ്യോ അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്യോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും പ്രശ്നമുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും. മാത്രമല്ല വിഷ്വലി ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഷൈജുഖാൽ DOP ചെയ്തേക്കുന്നത്. പുള്ളി പറഞ്ഞിട്ട് മഹേഷിന്റെ പ്രതികാരം, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ്, പുള്ളിയുടെ എല്ലാ പടങ്ങളെല്ലാം വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള പടങ്ങളെല്ലാം കുറെ കൂടെ മറ്റേ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന. ഈ കൊക്കയുടെ സീനില്ലേ, കൊക്ക മൊത്തം സെറ്റ് ഇട്ടേക്കുക, മൊത്തം സെറ്റാ, സാധനം എല്ലാം സെറ്റാണ്. അതുകൊണ്ടാണ് ഈ പടം ബിഗ് ബജറ്റ് പടമാണ്, ഒരു സർവൈവൽ ത്രില്ലർ ആണ് പടം. അതിന്റെ കൂടെ സുഷിന്റെ മ്യൂസിക് കൂടെ ഭയങ്കര പ്രോമിസിങ് ആണ്. വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ലൊരു ത്രില്ലർ. ആ മ്യൂസിക് കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സുഷിൻ ഇതിനു വേണ്ടി എന്തൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഇന്റർവ്യൂല് പറയുന്നത്. അതെ. പിന്നെ ഡയറക്ടർ നമ്മുടെ ജാനേമന്റെ ഡയറക്ടറാണ് ചിദംബരം. ഈ ജാനേമൻ അത്യാവശ്യം ചെറിയ ബഡ്ജറ്റ് വന്നിട്ട് വലിയ വിജയം നേടിപ്പോയ സിനിമയാണ്. അല്ല, റിലീസിംഗ് ഡേറ്റ് എന്നാ കാണിച്ചായിരുന്നോ? ഇല്ല, റിലീസിംഗ് ഡേറ്റ് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. ബ്രഹ്മയുഗം ഒക്കെ ആയിട്ട് ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് നാളെ റിലീസ് ആവുന്ന 2 സിനിമകളുണ്ട്. പ്രേമലു പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തു. എല്ലാവരും ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ബ്രഹ്മയുഗത്തിന് ഇത് ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ബ്രഹ്മയുഗത്തിന്റെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബ്രഹ്മയുഗം ഇത് മാത്രമല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആവില്ല. കാരണം രണ്ടുപേരും 2 ഡിഫറെന്റ് ടൈപ്പ് ജോണറാണ്. പക്ഷേ
ഭ്രമയുഗം ഒരു മാസ്റ്റർ പീസ് ആവാൻ സാധ്യതയുള്ള പടമോ, പക്ഷെ ആ ജോണർ അധികം പേർക്കും താല്പര്യം കാണാൻ സാധ്യതയില്ലാത്തവരുണ്ട്. പക്ഷെ ഇത് ഒരുപാട് പേരെ, പിള്ളേരാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കും ഇത് ഹിറ്റായി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളുമാണ്, നല്ല മ്യൂസിക് ആയിരിക്കും പ്രതീക്ഷയുണ്ട്. വിഷ്വലി പക്കയാണ്. വിഷ്വലി ഇപ്പൊ എന്തായാലും എക്സ്പെക്ടേഷൻ ഹൈ ആണ്. കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ ജാനമേലുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഉണ്ടല്ലേ. ഗണപതിയുണ്ട്. ഈ ഗണപതിയുടെ ചേട്ടനാ ഡയറക്ടർ ചിദംബരം എന്ന് പറയുന്നത്. ഗണപതി അറിയത്തില്ലേ? നമ്മുടെ 11 ഗണപതി പിന്നെ ആ പാട്ട് എനിക്ക് തോന്നി ഈ പടത്തിന്റെ ഒരു സോളാണെന്ന് തോന്നുന്നു. ആ പാട്ടിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പൊളിറ്റിക്സ് പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതടിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇത് സർവൈവൽ ത്രില്ലറാണ്, പക്ഷെ ഇതിനകത്ത് മറ്റേ സാധനം എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതായത് മറ്റേ നമ്മുടെ പരിസ്ഥിതി മലിനീകരിക്കുന്നതിനെ പറ്റി അങ്ങനത്തെ സംഭവങ്ങൾ എന്തോ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും എനിക്കൊരു ഫീൽ അടിക്കുന്നുണ്ട്. ആ പാട്ടിൽ അങ്ങനെ ഉണ്ട്. പാട്ടിന്റെ ലാസ്റ്റ് 2 ലൈൻ ആണെങ്കിൽ പടമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇത് എന്തുവാ, ഒരിക്കലും തീരാത്ത ഇരുവുണ്ടല്ലോ, ഇത് ആ സംഭവം അത് തന്നെയാണ്. വേറെ ആരും വന്നില്ലെങ്കിലും ലാസ്റ്റില് കൂട്ടുകാർ ഓടി എത്തുന്നു, രക്ഷപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു സംഭവം. അതാണ് പടത്തിന്റെ സോൾ. തന്നെ പോലീസുകാർ ഇവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്, അവരെ കുറ്റവാളികളാക്കുന്ന പോലെ അല്ലേ. അപ്പം ഇവര് തന്നെ മറ്റേ വേറെ ഒന്നും സഹായം കിട്ടാതെ വരുമ്പോഴൊക്കെ ആയിട്ട് ഇവര് തന്നെ ഇറങ്ങി തിരിച്ച് രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് കണ്ടാലേ അറിയും. അല്ല, അതിന് ആ കേസിൽ രക്ഷപ്പെടുത്തി എന്നല്ലേ ആ ഇൻസിഡന്റിനകത്തുള്ള ആണോ? ഇൻസിഡന്റ് ഞാൻ വ്യക്തമായിട്ട് നോക്കി രക്ഷപ്പെടുത്തി എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രക്ഷപ്പെടുത്തുമായിരിക്കും രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞിട്ട് ഓൾറെഡി പ്ലോട്ട് എല്ലാവർക്കും മനസ്സിലായി. ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നേ പ്ലോട്ട് ഔട്ട് ആയതാണ്. ഇനിയിപ്പം അവരെന്താണ് ഇതിൽ ചെയ്ത് വെച്ചേക്കുന്നതെന്നാണ് കാണാനുള്ളത് ബാക്കി. ഓക്കെ, ഞങ്ങൾ 3 പേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാനായിട്ട്. ട്രെയിലർ ഭയങ്കരമായിട്ടുള്ള ഉള്ള ഹൈപ്പിനെ കുറച്ചുകൂടി എലിവേറ്റ് ചെയ്യുന്ന ഹൈപ്പാണ് ഞങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. പറഞ്ഞോട്ടെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത ദിവസവും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.